ഇത് 89 മോഡലാണ്. ജി വാഗൺ 290 GD. പിന്നെ അതുപോലെ വൈറ്റ് വാൾസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഏറെക്കുറെ എല്ലാ ക്രോം പാർട്സും നമ്മൾ പ്ലേറ്റും ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് മെർസിഡീസ് ബെൻസിന് 124 ഉണ്ട്. ആ ബേസിന് ഒരു ബെൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ അവർക്ക് അവരുടെ പാരന്റ് കമ്പനിയാണ്. It's difficult to come from all the way from Trivandrum to Kottayam. ബ്രിഡ്ജ്വേ മോട്ടോഴ്സ് മെർസിഡീസിൻ്റെ ഡീലറാണ്. കോഴിക്കോട് തൃശ്ശൂർ ഉള്ള ഒരു ഡീലറാണ്. ഇൻഡസ് മോട്ടോഴ്സ് ആ ഗ്രൂപ്പിൻ്റെയാണ് ബ്രിഡ്ജ്വേ മോട്ടോഴ്സ്. ഇവരിങ്ങനെ ഒരു ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ബ്രിഡ്ജ്വേ ക്ലാസിക് എന്ന് പറഞ്ഞ്. ഇതിൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനാണ്. കോട്ടയത്ത് ഇങ്ങനെ ഒരു ഡീലർഷിപ്പ് തുടങ്ങിയെന്നും സർവീസ് സെൻറ്റർ തുടങ്ങിയെന്നും. അൺലൈക്ക് അതർ ഡീലർഷിപ്സ് ബ്രിഡ്ജ്വേ മോട്ടോഴ്സ് കുറച്ചുകൂടെ മാസിനെ റീച്ച് ചെയ്യുന്ന രീതിയിലാണ്. ജസ്റ്റ് മെർസിഡീസ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പ്രീമിയം കസ്റ്റമേഴ്സ് മാത്രമല്ല, ഒരു മാസിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവർ ഈ ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ദേ ഹാവ് ഡിസ്പ്ലേഡ് ഡിഫറെൻറ്റ് ക്ലാസിക് മെർസിഡീസ് വെഹിക്കിൾസ് ആൻഡ് എനിവൺ ഹു വാക്സ് ഇൻ ക്യാൻ interact with their team and understand about each and every cars. ഇന്ന് ഇന്ത്യയിലുള്ളതിലേക്കും വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡീസൽ എൻജിൻ ഉള്ള വാഹനമാണ് മെർസിഡീസ് ജി വാഗൺ. ഇത് ജി വാഗണിന്റെ ഒരു ഓൾഡ് ജനറേഷൻ വെഹിക്കിൾ ആണ്. ഇത് 89 മോഡലാണ്. ജി വാഗൺ 290 GD. 290 GD. അപ്പൊ 2900 cc ആണോ? ഓക്കെ. ബാക്കി എന്താണ് ഇത്? എവിടെ? ഇത് നമ്മൾ ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. കുറെ മുന്നേ ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. ഇത് എംബസി മുഖാന്തരം ഇന്ത്യയിൽ എത്തിയ വണ്ടിയാണ്. അപ്പൊ അവര് കൊടുത്ത സമയത്ത് ഡൽഹിയിൽ ഒരു പാർട്ടി വാങ്ങിച്ച് അവരുടെ കയ്യിൽ നമ്മൾ വാങ്ങിച്ചു. ഓക്കെ. എത്ര നാളായി നിങ്ങൾ? 6-7 വർഷമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഓ ശരി. റിസ്റ്റോർ ചെയ്തതാണോ? റീസ്റ്റോർ ചെയ്തതാണ്. റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ പെയിന്റ് റീസ്റ്റോറേഷൻ ചെയ്തിട്ടുണ്ട്. വേറെ ഫാബ്രിക്സ് മെക്കാനിക്കൽ അതൊന്നും ചെയ്തിട്ടില്ല. മെക്കാനിക്കലൊക്കെ നല്ല കണ്ടീഷൻ മെക്കാനിക് ആയിരുന്നു. മാനുവൽ ട്രാൻസ്മിഷൻ ആണോ? മാനുവൽ ട്രാൻസ്മിഷൻ. മാനുവൽ ആണ്. 4x4 ഓഫ് റോഡിങ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഉണ്ട്. ചെറിയ ഓഫ് റോഡിംഗ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇത് ശരിക്കും സപ്പോസ് ടു ബി വൺ ഓഫ് ദ മോസ്റ്റ് കേപ്പബിൾ 4x4s ആണ് വേൾഡിൽ തന്നെ പറയുന്നത്. ഇപ്പോഴും നോക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോ ഡിഫൻഡേഴ്സും ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. അതിനേക്കാൾ ഈ വണ്ടി തന്നെ ഇറങ്ങിയല്ലോ വീണ്ടും. അതെ അതെ. പുതിയ G63 ഇറങ്ങുന്നത് ഈ ഏകദേശം ഈ ഒരു ഷേപ്പിലേക്കാണ് പുതിയ വണ്ടി. ആ ഒരു ബോക്സി ഡിസൈൻ ഇൻസ്പയർഡ് ആയിട്ട് ഒരുപാട് മാനുഫാക്ചറേഴ്സ് വെഹിക്കിൾ ഇറക്കിയിട്ടുണ്ട്. ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ ഫോഴ്സ് മോട്ടോഴ്സ് ഒക്കെ മറ്റേ ടെമ്പോ ട്രാക്സ് തൊട്ട് ഇപ്പം ഗൂർഖ വരെ, പിന്നെ ബൊലേറോ ഒക്കെ ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ആ ഒരു ബോക്സി ഡിസൈനാ. ദുബായിയുടെ എമിർ പുള്ളിയുടെ ഫേവറേറ്റ് വെഹിക്കിൾ ആണ്. അതെനിക്ക് തോന്നുന്നു. അതെ. നമ്മൾ ആക്ച്വലി വണ്ടി എടുക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല. ഒരു ബ്ലാക്ക് ഷെയ്ഡിലായിരുന്ന വണ്ടി ഉണ്ടായിരുന്നു. സോ ഫുള്ളി സ്ട്രിപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പെയിന്റിലേക്ക്, ഇതൊരു BMW ഷെയ്ഡാണ്. അത് ഭയങ്കര റയർ ആയിട്ടുള്ള ഒരു കളർ കൂടിയാണ്. ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ ഒരു മെറൂൺ ഷെയ്ഡ് ആണെങ്കിൽ നമ്മൾ വണ്ടി പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു ബ്രൈറ്റ് റെഡിന്റെ ഷെയ്ഡ് ആയിരിക്കും. പിന്നെ അതുപോലെ വൈറ്റ് വാൾസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഏറെക്കുറെ എല്ലാ ക്രോം പാർട്സും നമ്മൾ പ്ലേറ്റും ചെയ്തിട്ടുണ്ട്. പിൻ ടു പിൻ ലൈക്ക് എവറിത്തിങ്. സസ്പെൻഷൻ സൈഡ് എല്ലാം ഒറിജിനൽ മെർസിഡീസിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് കയറ്റിയേക്കാണ്. എഞ്ചിൻ ഏതാണ്? എഞ്ചിൻ ഇത് വരുന്നത് 3 ലിറ്റർ ഇൻലൈൻ 5 ആണ് വരുന്നത്. നോൺ ടർബോ ആണ് വരുന്നത്. 300 ആണ്, 240 അല്ല. ഇന്റീരിയർ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിലും ആ ഒരു ഒറിജിനൽ ആക്ച്വലി 124 സീറ്റ്സ് ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മളത് മാറ്റിയിട്ട് 123 തന്നെ ആക്കി. അതുപോലെ ഇന്റീരിയേഴ്സ് ഒരു എന്താ പറയാ ക്രീം ഷെയ്ഡ്, ഐവറി ഷെയ്ഡിലാക്കിയിട്ട് അതുപോലെ റെഡ് ബീഡിങ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുള്ളി റിസ്റ്റോർഡ് ആണ്. മാനുവൽ ട്രാൻസ്മിഷൻ. യെസ്, മാനുവൽ 4 സ്പീഡ് ആണ്. ഏത് ഇയർ ആണ് ഇതിന്റെ? 1982 ആണ്. 82 ആണ്. നമ്മള് തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്താണ്. ഒരു വിശ്വാസം വന്നിട്ടില്ല. ഇപ്പോഴും അങ്ങനെ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുന്നുണ്ട് അല്ലെ? കോട്ടയം തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ദൂരം.
Yes, VF124. സോ ഇതിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ 1990s ഇന്ത്യൻ 1988 ഇന്ത്യൻ ഗവൺമെന്റ് ജർമ്മനി മെർസിഡീസിൽ ഒരു സ്പെഷ്യൽ ഓർഡർ കൊടുത്തതാണ് ഫോർ ദി ഇന്ത്യൻ പ്രസിഡന്റ്. ദേ വാണ്ടഡ് എ മെഡിക്കൽ കോൺവോയ്. അവർക്കൊരു എന്തെങ്കിലും ഒരു ഒന്ന് റിലാക്സ് ചെയ്ത് പോകാനായിട്ട്. ഇത് സ്പീഡിൽ പോയില്ല, ആംബുലൻസ് അല്ല, ഒരു മെഡിക്കൽ എമർജൻസി സിറ്റുവേഷനിൽ ഒന്ന് റിലാക്സ് ചെയ്ത് പോകാനായിട്ടുള്ള സംഭവത്തിന്. അപ്പൊ ഇത് മെർസിഡീസ് ബെൻസിന് 124 ഉണ്ടല്ലോ, ആ ബേസിന് ഒരു ബെൻസ് എന്നൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ അവർക്ക് അവരുടെ പാരന്റ് കമ്പനിയാണ്, അവർ കൗച്ച് ബിൽഡേഴ്സ് ആണ്. അവർക്ക് കൊടുത്തിട്ട് അവർക്ക് ആ ഒരു സ്പെസിഫിക് ഇതിൽ അവർക്ക് ബോഡി ഉണ്ടാക്കാം. യു വോണ്ട് ഫയർ ട്രക്ക് അത് ഉണ്ടാക്കാം, മെഡിക്കൽ കോൺവേ അങ്ങനെ ഉണ്ടാക്കാം, ആംബുലൻസ് ഉണ്ടാക്കാം, നമുക്ക് അവരുടെ എന്ത് റിക്വയർമെന്റ് ആണോ കാരവൻ ഉണ്ടാക്കാം, അതിനകത്തുള്ള എന്ത് വേണമെങ്കിലും എങ്ങനെയുള്ള സ്പെക് ഉണ്ടാക്കാം, ലിമോസിൻ ഉണ്ടാക്കാം. അപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഓർഡർ കൊടുത്താണ്, only one in India. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എത്ര നാളായി ഇത് കിട്ടിയിട്ട്? സോ ബേസിക്കലി 2010 വരെ ഉണ്ട്. പിന്നെ നമുക്ക് അറിയാം ഈ സാധനം അവിടെ കിടക്കണ്ടെന്ന് അറിയായിരുന്നു. പിന്നെ ഇതൊരു ഓപ്ഷൻ ചെയ്ത് കൊച്ചിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഞാൻ 2020 എടുക്കണേ. അത് പുള്ളിയൊരു കളക്ടറാണ്, കളക്ടർ കം ഡീലർ ഒരു ആളാണ്. അപ്പൊ പുള്ളിയൊരു കുറെ 1-2 പ്രാവശ്യം ചോദിച്ചു, പുള്ളി ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഫണ്ട് ഫൈൻഡ് ചെയ്ത് നമുക്ക് അതങ്ങനെ ഒരു ഒത്തു കിട്ടി. പിന്നെ ഞാൻ ഒരു കൊല്ലം ഇതിനെപ്പറ്റി സ്റ്റഡി ആയിരുന്നു, കാര്യം എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ 2021 ബിൽഡ് തുടങ്ങി, 24 ആയപ്പോഴത്തേക്കും ബിൽഡ് കഴിഞ്ഞു. ഇത് ജസ്റ്റ് ഒരു കളക്ടബിൾ ആയിട്ടല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ? ക്യാമ്പിംഗ് എല്ലാ സാധനവും ഉണ്ട്. 1-2 ചെറിയ ചെറിയ ട്രിപ്സ് ഒക്കെ പോയിട്ടുണ്ട്. W123 ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ലാത്ത കാറാ. കാർ ദാറ്റ് നെവർ ഡൈസ് എന്നാ പറയുന്നത്. നമ്മൾ ഇന്ത്യയിൽ ഇതൊരു പ്രീമിയം അല്ലെങ്കിൽ കളക്റ്റബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നെങ്കിൽ ആഫ്രിക്കയിലൊക്കെ പോയി നോക്കിയാൽ ഇപ്പോഴും അബ്യൂസ് ചെയ്യുന്ന ഒരു വാഹനമാണ്. ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച വാഹനങ്ങളിൽ ഒന്നാണ് മെർസിഡീസിന്റെ ഈ W123. നമുക്കിവിടെ W123യുടെ കുറച്ച് ഓണേഴ്സിനെ കാണാനിടയായി. നമുക്ക് അവരുടെ അഭിപ്രായങ്ങളും കൂടെ അറിയാം. ഇത് W123 പല ഫോമാറ്റ്സിൽ വന്നിട്ടുണ്ട്. 200 പെട്രോൾ, 240D, 300 ടർബോ, അങ്ങനെ പല ഫോമാറ്റ്സിൽ വന്നിട്ടുണ്ട്. ഇത് 240D ആണ്. ഇത് 1984 മോഡലാണ്. പിന്നെ ഇത് നമ്മുടെ ഫാമിലി കാറാണ്. ഇത് എനിക്ക് തോന്നുന്നൊരു 2000s മുതൽ ഏർലി 2000 മുതൽ നമ്മുടെ കയ്യിലുണ്ട് ഈ വണ്ടി. ഇത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ബെൻസിൻ്റെ മോഡലാണ് W123. മാത്രമല്ല ഏറ്റവും റിലയബിൾ കാറുകളിൽ ഒന്നാണ് W123. W123യുടെ OM616, അതായത് 240D എന്ന് പറയുന്ന എഞ്ചിനാണിത്. അതാണ് ഏറ്റവും റിലയബിൾ എഞ്ചിനായിട്ട് പറയുന്നത്. ഈ ബെൻസ് W123ക്ക് അന്നത്തെ കാലത്തെ ഇപ്പോഴുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഈവൻ പവർ സ്റ്റിയറിംഗ്, ഇലക്ട്രിക് വിൻഡോസ്, 4-wheel ഡിസ്ക് ബ്രേക്ക്, എയർ ബാഗ്, അലോയ്സ്, എയർ കണ്ടീഷൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈവൻ ഓപ്ഷണലായിട്ട് സൺറൂഫ് വരെ വന്നിട്ടുണ്ട് ഇതിനകത്ത്. ഒരു അപ് ടു 90s അല്ലെങ്കിൽ ഏർലി 2000 വരെ മെർസിഡീസ് വെഹിക്കിൾസ് വർ ബിൽറ്റ് ടു ലാസ്റ്റ് ഫോർ ജനറേഷൻസ്. അതായത് ഒരാളുടെ ഒരു ലൈഫ് സ്പാൻ കഴിഞ്ഞാലും ആ വാഹനങ്ങൾ ലാസ്റ്റ് ചെയ്യായിരുന്നു. അതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ് ഈ കാണുന്നതൊക്കെ, W123, 124 മുതലായ വാഹനങ്ങൾ. പക്ഷേ ഡൗൺ ദ ലൈൻ ആഫ്റ്റർ 2000 അല്ലെങ്കിൽ മിഡ് 90s ശേഷം ഇലക്ട്രോണിക് കമ്പോണൻസ് വരികയും വാഹനങ്ങൾ അതിൻ്റെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലൈഫ് സ്പാൻ തന്നെ കുറഞ്ഞു വരികയും ചെയ്തു. W210 ആണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തപ്പം ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക് കമ്പോണൻസ് ആയിട്ട് വന്ന ഒരു വാഹനം. W123, 124, 116 മുതലായ 50 ഇയേഴ്സോളം പഴക്കമുള്ള വാഹനങ്ങൾ ഇപ്പോഴും കുതിച്ചു പായുന്നിടത്ത് ഇതുപോലത്തെ W210 വളരെ അപൂർവ കാഴ്ചയായിട്ട് മാറിയിരിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലക്ട്രോണിക് കമ്പോണൻസ് തന്നെ. ഇലക്ട്രോണിക് കമ്പോണൻസിന് ബഗ് വരികയും അത് റിപ്പയർ ചെയ്യാൻ പറ്റാതെ അതിൻ്റെ സ്പെയർസ് കിട്ടാണ്ട് കട്ടപ്പുറത്താകുന്ന അവസ്ഥ ആണ് വന്നിരിക്കുന്നത്. ഇത് രണ്ടും വരുന്നത് ഡീസൽ എഞ്ചിനാണ്. 190D എന്ന് പറയുന്ന ഡീസൽ എഞ്ചിനാണ്. ഇതിൻ്റെ മെയിൻ ഡിസ്റ്റിങ്വിഷിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഈ റെയറിലെ കർവി ഡിസൈനാണ് കോണ്ടോണിന് വരുന്നത്. മോർ ലൈക്ക് അംബാസഡറിൻ്റെ ലാൻഡ് മാസ്റ്റർ എന്ന് പറയുന്ന മോഡൽ പോലെ. വേറാസ് ഇത് ഫിൻ ടെയിലാണ്. സോ യു ക്യാൻ സീ ദ ഫിൻ കൈൻഡ് ഓഫ് ഡിസൈൻ. അതാണ് അംബാസഡർ കാറിന് വന്നത്. ഒരു ഫിൻ ഷേപ്പ് ഡിസൈനാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു എന്താ പറയുക, ലേമൻസ് ലാംഗ്വേജിൽ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ
കസ്റ്റമറിന് കുറച്ചുകൂടെ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് മാസ്റ്ററും അംബാസഡറും തമ്മിലുള്ള ഡിഫറൻസ് പോലെയാണ് പോണ്ടോണും ഫിൻറ്റെയിലും തമ്മിലുള്ള ഡിഫറൻസ്. ഈ എസ് ക്ലാസ് ഒരു W126 ആണ്. ഇതിൻ്റെ ഓണർ ആരാണെന്ന് അറിയണ്ടേ? മെർസിഡീസിൻ്റെ പ്രീവിയസ് ഡീലറായിരുന്ന രാജശ്രീ മോട്ടോഴ്സിൻ്റെ മകൻ്റെയാണ് ഈ കാറ്. ഇത് ഡെയിലി റൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാറല്ല, ഇത് മെയിനായിട്ട് ഡിസ്പ്ലേക്ക് യൂസ് ചെയ്യുന്നതാണ്. ഈ W126ൻ്റെ ഒരു കാലഘട്ടം പറഞ്ഞു കഴിഞ്ഞാൽ 1979 to 1991 ആയിരുന്നു. We fans of Mercedes-Benz have started a club in Trivandrum. This is called the Club MB India, and basically we have a lot of members who own classic Benz cars. So we are here at Kottayam in connection with an event organized by Bridgeway. We have a few of our members, including our patron Prince Martanda Verma has also come. We have come with our classic Mercedes-Benz cars to participate in this function.